കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് ലഹരി എത്തിച്ച 2 പൂർവ്വ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖിനെയും സുഹൃത്ത് ഷാലിഖിനെയുമാണ് പോലീസ് ഇന്ന് രാവിലെ പിടികൂടിയത്. ഇന്നലെ അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. പോളിടെക്നിക്കിലെ ലഹരി വ്യാപനം ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്തും പുറത്തുവന്നു. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 2 പൂർവ്വ വിദ്യാർത്ഥികളെ കൂടി അറസ്റ്റ് ചെയ്തതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 3ആയി. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖിനെയും സുഹൃത്ത് ഷാലിഖിനെയുമാണ് പോലീസ് ഇന്ന് രാവിലെ പിടികൂടിയത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ക്യാമ്പസിൽ ലഹരി എത്തിച്ചതെന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ മൊഴി. എന്നാൽ ഇവരുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഇവർക്ക് പിന്നിൽ വലിയ സംഘം തന്നെയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ കുറച്ച് നാളുകളായി പോളിടെക്നിക് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ലഹരി ഒഴുക്ക് നടന്നിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുന്നുവെന്ന സൂചന നൽകി പ്രിൻസിപ്പാൾ കഴിഞ്ഞ 12-ന് പോലീസിന് കത്ത് നൽകിയിരുന്നു. ലഹരിക്കായി പണപ്പിരിവ് നടത്തുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ക്യാമ്പസിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. കോളേജ് ഹോസ്റ്റലിൽ നിന്നും 2 കിലോയിലേറെ കഞ്ചാവ് ശേഖരമാണ് പോലീസ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. സംഭവത്തിൽ 2 FIR-കളാണുള്ളത്. ആദ്യത്തെ FIR-ൽ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ആകാശാണ് പ്രതി. 1.909 കിലോഗ്രാം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തത്. പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചതെന്നും FIR-ൽ പറയുന്നു. രണ്ടാമത്തെ FIR-ൽ 2 പ്രതികളാണുള്ളത്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരാണ് ഈ കേസിൽ പ്രതികൾ. ആദിത്യനെയും അഭിരാജിനെയും ഇന്നലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.